എല്ലാ പ്രേക്ഷകർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തി ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളിലേക്ക് തിരിച്ചെത്തുന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് 2 ഫയലുകളാണ്, ഒരു പെന്നും ഒരു മൗസും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഫയൽ തിരഞ്ഞെടുത്തതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ആദ്യമായിട്ട് മൗസ് തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിംഗ് ആണ് പറയുന്നത്. ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ച് വരും എന്നാണ് പറയുന്നത്. ആ വ്യക്തി തിരിച്ച് വരുമോ അല്ലെങ്കിൽ ആ വ്യക്തി ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളിലേക്ക് തിരിച്ചെത്തുമോ എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. നിങ്ങൾക്കെല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമോ എന്നതാണ് നാം നോക്കുന്നത്. എന്തായിരിക്കും ആ വ്യക്തിയുടെ മനസ്സിനുള്ളിൽ? എന്തുകൊണ്ട് ആ വ്യക്തി കടന്നുപോയി? ആ വ്യക്തി ഇനി എപ്പോൾ നിങ്ങളിലേക്ക് തിരിച്ചു വരും? എന്തായിരിക്കും ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ? ഇതേക്കുറിച്ച് നമുക്കറിയാം. നിങ്ങളെല്ലാവരും വീഡിയോ കാണുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആ വ്യക്തി തിരിച്ച് വരുമോ എന്നുള്ളതാണ് നാം നോക്കുന്നത്. വ്യക്തി ഉടൻ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരും. ഏത് ഒരു പിണക്കത്താലാണ് ആ വ്യക്തി പോയത്, അതെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് ആ വ്യക്തി ഉടൻ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരും. നമുക്ക് നിങ്ങളുടെ കാർഡുകൾ നോക്കാം. അതായത് മൗസ് ഫയലായി തിരഞ്ഞെടുത്തവരുടെ റീഡിംഗ് നോക്കാം. ഇപ്പോൾ ആ വ്യക്തി ചിന്തിക്കുന്നത് നിങ്ങളെക്കുറിച്ച് മാത്രമാണ്. ആ വ്യക്തി നിങ്ങളിൽ നിന്ന് പിണങ്ങി പോയി ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ചിന്തകൾ നിങ്ങളെക്കുറിച്ച് മാത്രമാണ്. ഏതെങ്കിലും കാരണവശാൽ ആരുടെയെങ്കിലും ദുസ്വാധീനത്താൽ നിങ്ങളെ മറന്ന് പോയെങ്കിലും ഇപ്പോൾ ആ വ്യക്തിയുടെ ചിന്ത നിങ്ങളെക്കുറിച്ച് മാത്രമാണ്. നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുമ്പോഴാണ് ആ വ്യക്തിക്ക് സമാധാനം കിട്ടുന്നത്. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ വ്യക്തിക്ക് സമാധാനവും സന്തോഷവും കിട്ടുന്നു. ആ വ്യക്തിയുടെ ചിരികളിൽ അത് കാണാൻ സാധിക്കും. നിങ്ങളെ അത്രത്തോളം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണത്. നിങ്ങളുടെ മനസ്സിൻ്റെ എല്ലാ ചലനങ്ങളും അറിയാവുന്ന ഒരു കുറ്റബോധത്തോടു കൂടിയാണ് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നത്. നിങ്ങളുമായി അകന്നുപോയി, മറ്റാരുടെയെങ്കിലും സ്വാധീനത്താൽ നിങ്ങളുമായി അകന്നുപോയി. പക്ഷേ ഇപ്പോൾ ആ വ്യക്തിയുടെ മനസ്സിലെ ചിന്ത നിങ്ങളെക്കുറിച്ച് മാത്രമാണ്. കുറ്റബോധമുണ്ട്. നിങ്ങൾ മാത്രമാണ്, നിങ്ങളുടെ ചിന്ത മാത്രമാണ് ആ വ്യക്തിക്ക് സമാധാനം നൽകുന്നത്. ആ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാകാൻ പോകുന്നു. ആ വ്യക്തി നിങ്ങളിൽ നിന്ന് അകലാനായിട്ട് ചില ആളുകൾ ദുസ്വാധീനങ്ങൾ നടത്തിയെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അത് ആ സ്വാധീനത്തിൻ്റെ കെട്ട് മാറുന്നു. ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു. ആ വ്യക്തി മനസ്സിലാക്കുന്നു നിങ്ങളാണ് ഏറ്റവും നല്ല ഒരു വ്യക്തിയെന്നും ആ വ്യക്തി ഏറ്റവും കൂടുതൽ ആത്മാർത്ഥമായി സ്നേഹിച്ചത് നിങ്ങളാണെന്നും പറയുന്നു. അല്ലാതെ മറ്റുള്ളവരുടെ സ്വാധീനത്താൽ വിശ്വസിച്ച് നിങ്ങൾക്കെതിരെ പ്രവർത്തിച്ചതിലും നിങ്ങളോട് എതിരെ സംസാരിച്ചതിലും ആ വ്യക്തി ഇപ്പോൾ വളരെ ദുഃഖം കാണിക്കുന്നു. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരും. നിങ്ങൾക്ക് സന്തോഷമുണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ പുതിയ മാറ്റങ്ങൾ ഉണ്ടാകും. ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പറഞ്ഞൊരു മാറ്റം ആ വ്യക്തി ജീവിതത്തിൽ വരുത്തുന്നു. അതായത് നിങ്ങൾ ആ വ്യക്തിയോട് ചില കാര്യങ്ങൾ ചെയ്യരുതെന്ന് പറഞ്ഞിരുന്നു. ആ വ്യക്തിക്ക് കൂടുതൽ ദേഷ്യം വന്നത് അതാണ്. നിങ്ങൾ ആ വ്യക്തിയുടെ കാര്യങ്ങളിൽ ഇടപെട്ട് നിങ്ങൾ ചെയ്യരുതെന്ന് പറഞ്ഞ ചില തെറ്റുകൾ ആ വ്യക്തി ആവർത്തിച്ചു കൊണ്ടേയിരുന്നു. അതുമായിട്ടാണ് നിങ്ങളുമായിട്ട് കൂടുതലായിട്ട് വഴക്കിട്ടത്. പക്ഷേ ഇപ്പോൾ ആ വ്യക്തി നിങ്ങൾ പറഞ്ഞത് മനസ്സിലാക്കുന്നു. നിങ്ങൾ പറഞ്ഞതാണ് സത്യം എന്നുള്ളത് ആ വ്യക്തി മനസ്സിലാക്കുന്നു. നിങ്ങൾ കാണിച്ച ആ വിവേകം, നിങ്ങൾ പറഞ്ഞ കാര്യം, അതിനെപ്പറ്റി ബോധ്യം വന്നിരിക്കുന്നു. ഇപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് നിങ്ങളുമായി അകന്നതിന് ശേഷം നിങ്ങൾ പറഞ്ഞതുപോലെ പ്രവർത്തിക്കാൻ ആ വ്യക്തി തയ്യാറായിരിക്കുന്നു. ആ വ്യക്തിയുടെ മനസ്സ് മാറിയിരിക്കുന്നു. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഫയലാണ് കാണുന്നത്. നിങ്ങൾക്ക് വേണ്ടി ആ വ്യക്തി വാശി പിടിച്ചു കൊണ്ട് നടന്ന ഒരു തെറ്റായ കാര്യം, നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം, അത് ഏത് കാര്യമാണോ നിങ്ങൾക്കും ആ വ്യക്തിക്കും അറിയാൻ കഴിയും. അത് മാറ്റിയിരിക്കുന്നു. നിങ്ങളുടെ വഴിക്ക് ആ വ്യക്തി വരുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. ഇനി ഒന്നും ഭയപ്പെടാനില്ല. ആ വ്യക്തി നിങ്ങളിലേക്ക് എത്തും. നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ആ വ്യക്തി പ്രവർത്തിക്കും. ആ വ്യക്തിയും നിങ്ങളും തമ്മിൽ സന്തോഷത്തോടെയും സഹവർത്തിത്വത്തോടെയും മുന്നോട്ട് പോകും. പരസ്പര വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകും. നിങ്ങളൊന്നും ഭയപ്പെടാനില്ല. നിങ്ങളെയും ആ വ്യക്തിയുടെയും ജീവിതത്തിൽ ഒരു പ്രതിസന്ധിയും സൃഷ്ടിക്കാൻ ആർക്കും ഇനി സാധിക്കില്ല. പ്രതിസന്ധികളില്ലാതെ വളരെ സൗമ്യമായി, വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് പോകാൻ കഴിയുന്നു. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്നു. നിങ്ങൾക്ക് നല്ലൊരു പൈലാണ്. ആ വ്യക്തി ഉടൻ എത്തുന്നു. ഒന്നും ഭയപ്പെടാനില്ല. നിങ്ങൾ ആലോചിച്ചിരിക്കുന്ന ദിവസങ്ങളിൽ തന്നെ വരും. ആ വ്യക്തി അതിനുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. നിങ്ങളിലേക്ക് എത്തുവാനും തെറ്റ് തിരുത്തുവാനും എല്ലാ പ്രതിസന്ധികളും മാറ്റുവാനുള്ള പ്രവൃത്തി ആ വ്യക്തി തുടങ്ങിക്കഴിയുന്നു. ആ വ്യക്തിക്ക് മനസ്സിലായി എനിക്ക് തെറ്റുപറ്റി, ഞാൻ ചെയ്തതാണ് ബുദ്ധിമുട്ടായത്, ഞാൻ ചെയ്തതിലാണ് അബദ്ധമായത്. ഇപ്പോൾ ആ വ്യക്തിക്ക് അത് ബോധ്യമായിരിക്കുന്നു. ഇപ്പോൾ ആ വ്യക്തി നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും എത്തും. ആ എത്തൽ നിങ്ങൾക്ക് ആഘോഷിക്കാൻ സാധിക്കും. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു സന്തോഷം പകർന്നുകൊണ്ട് ആ വ്യക്തി എത്തും. വളരെ അധികം സമാധാനം ആ വ്യക്തിക്ക് കിട്ടുന്നു. നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ, നിങ്ങൾ പറയുന്നത് പ്രവർത്തിക്കുമ്പോൾ, നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായ കാര്യം അതേക്കുറിച്ച് ആലോചിക്കുമ്പോൾ ആ വ്യക്തിക്ക് ഒരുപാട് സമാധാനം കിട്ടുന്നു. നിങ്ങളാണ് ശരിയെന്നുള്ള ഒരു തലത്തിലേക്ക് ആ വ്യക്തി എത്തിയിരിക്കുന്നു. ആ വ്യക്തിയുടെ ഊർജം വർദ്ധിക്കുന്നു. ആ വ്യക്തിക്ക് കുറ്റങ്ങൾ ബോധ്യപ്പെട്ടിരിക്കുന്നു. കുറ്റബോധമുണ്ട്. ആഴ്ചകൾക്കുള്ളിൽ തന്നെ ആ വ്യക്തി എത്തുന്നു. ആഴ്ചകൾക്കുള്ളിൽ തന്നെ, ഇനി വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ വ്യക്തി നിങ്ങളിലേക്ക് എത്തും. ആ വ്യക്തി നിങ്ങളിലേക്ക് എത്തുവാനുള്ള പ്രേരണ നൽകും. ആ വ്യക്തി നിങ്ങളിലേക്ക് എത്താനുള്ള കാര്യങ്ങൾ
കൃത്യമായി നടപ്പിലാക്കും. നിങ്ങൾക്കത് കാണാവുന്നതാണ്, നിങ്ങൾക്കത് മനസ്സിലാക്കാവുന്നതാണ്. സന്തോഷകരമായി നിങ്ങൾ ഒരുമിച്ചിരിക്കുന്ന ഒരു ഭാവി ഇവിടെ കാണാൻ കഴിയുന്നു. സന്തോഷത്തോടെ നിങ്ങൾ ഒരുമിച്ചിരിക്കുന്ന ഒരു ഭാവിയിലേക്ക് യാത്ര വരുന്നു. നിങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്നു. നിങ്ങൾ ഒരുമിച്ച് ഉണ്ടാകുന്നു. സന്തോഷത്തോടെ നിങ്ങൾ കുടുംബജീവിതം നയിക്കുന്നു. ഒരു ശക്തിക്കും നിങ്ങളെ പിരിക്കാൻ സാധിക്കില്ല. ആരൊക്കെ വന്നാലും എന്തൊക്കെ വന്നാലും നിങ്ങളെ പിരിക്കാനായിട്ട് ഒരു ശക്തിക്കും കഴിയാത്ത രീതിയിൽ നിങ്ങൾക്ക് മുന്നേറ്റം ഉണ്ടാകുന്നു. നല്ല സമയം, പെർഫെക്റ്റ് ടൈമിംഗ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു. നിങ്ങൾ കണ്ട ഏറ്റവും നല്ല സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു. വളരെ പോസിറ്റീവായിട്ടുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകുന്നു. ഇനി നിങ്ങൾക്കൊന്നും ഭയപ്പെടാനില്ല. വളരെ പോസിറ്റീവായിട്ടുള്ള സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. നിങ്ങൾക്കത് സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ കഴിയുന്നു. അങ്ങനെ ആ വ്യക്തി ഉടൻ നിങ്ങളിലേക്ക് എത്തുന്നു. നിങ്ങൾക്ക് സന്തോഷം പകർന്നുകൊണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷ പകർന്നുകൊണ്ട് വരുന്നു. ഇനി ആർക്കും നിങ്ങളെ പിരിക്കാൻ കഴിയില്ല. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഫയലാണ്. അടുത്തതായിട്ട് നമുക്ക് പെൻ ഫയലായിട്ട് സ്വീകരിച്ചവരുടെ റീഡിങ് നോക്കാം. ആ വ്യക്തി ഉടൻ നിങ്ങളിലേക്ക് എത്തുന്നു. നിങ്ങളിൽ നിന്നും മനസ്സ് മാറി മറ്റാരുടെയെങ്കിലും ദുസ്വാധീനത്താൽ നിങ്ങളിൽ നിന്ന് യാത്ര ചെയ്തു പോയൊരു വ്യക്തി നിങ്ങൾ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ വ്യക്തിയുടെ പോക്ക് എന്തുകൊണ്ട് ആ വ്യക്തി പോയി? കാരണം നിങ്ങൾ മനസ്സറിഞ്ഞ് ആ വ്യക്തിയെ സ്നേഹിച്ചിരുന്നു, ആ വ്യക്തിയെ നിങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നു. എന്നിട്ടും ആ വ്യക്തി എന്തുകൊണ്ട് പോയി? നിങ്ങൾക്ക് ഒരുപാട് ദുഃഖം ഉണ്ടായിരുന്നു ആ കാര്യത്തിൽ. നമുക്ക് ഓരോ കാർഡുകളിലേക്ക് പോവാം. ആ വ്യക്തി ഉടൻ എത്തുന്നു. ഇപ്പോൾ നല്ല സമയമല്ല, അതുകൊണ്ടാണ് പെട്ടെന്ന് വരാത്തത്. അല്ലെങ്കിൽ ഈ നിമിഷം ആ വ്യക്തി വരുമായിരുന്നു. ദിസ് ഈസ് നോട്ട് റൈറ്റ് ടൈം ടു കം. അത് ആ വ്യക്തിക്ക് അറിയാം. ആ വ്യക്തി കാത്തിരിക്കുകയാണ്, വെയിറ്റ് ചെയ്യുകയാണ്. ആ വ്യക്തിക്ക് വരണമെന്ന് മനസ്സും ശരീരവും എല്ലാം ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളിലേക്ക് എത്തണമെന്നും ആഗ്രഹിക്കുന്നുണ്ട്. കുറ്റബോധമുണ്ട്, ചെയ്തു പോയ പ്രവൃത്തിയോർത്ത് കുറ്റബോധമുണ്ട്. പക്ഷേ ഇപ്പോൾ വരാത്തത് ഇത് നല്ല സമയമല്ല. ചില ആളുകൾ ചില പ്രവർത്തനങ്ങൾ നടത്തും. ആ ആളുകൾ മാറിക്കഴിഞ്ഞാൽ ആ വ്യക്തി തീർച്ചയായിട്ടും തിരിച്ചെത്തും. ആ വ്യക്തികളുടെ വൈര്യം മാറാൻ, ആ വ്യക്തികളെ അറിയിക്കാതിരിക്കാൻ, നിങ്ങളിലേക്ക് എത്താനായിട്ട് ആ വ്യക്തി ശ്രമിക്കുന്നു. അതുകൊണ്ടാണ് മൈൻഡ് ചെയ്യാത്തത്, അതുകൊണ്ടാണ് പ്രതികരിക്കാത്തത്. പക്ഷേ ആ വ്യക്തികളുടെ എഫക്റ്റ് കഴിഞ്ഞാൽ, ആ വ്യക്തികളിൽ നിന്നൊന്ന് മാറിക്കഴിഞ്ഞാൽ ഉടൻ അവരെത്തും, തിരിച്ചെത്തും. നിങ്ങൾക്ക് സന്തോഷം നൽകുന്നു. അതെ, നിങ്ങൾക്ക് ഒപ്പം അവർ തിരിച്ചെത്തും. നിങ്ങളെക്കുറിച്ച് പ്രതീക്ഷയോടെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. നിങ്ങളെക്കുറിച്ചൊരു കുറ്റം പറയാനോ പറഞ്ഞത് വിശ്വസിക്കാനോ അവർ തയ്യാറല്ല. നിങ്ങളെ പൂർണ്ണമായി വിശ്വസിക്കുന്നു, നിങ്ങളെ പൂർണ്ണമായി മനസ്സിലാക്കുന്നു, നിങ്ങളുടെ അവസ്ഥ കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു. അങ്ങനെ വളരെ പോസിറ്റീവായിട്ടാണ് ആ വ്യക്തിയുടെ ചിന്ത പോകുന്നത്. നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ആ വ്യക്തി തീർച്ചയായിട്ടും വരും. ആ വ്യക്തി മനസ്സിലാക്കുന്നു. ആ വ്യക്തി കാര്യങ്ങൾ ഇപ്പോഴാണ് കൂടുതലായിട്ട് അറിയുന്നത്. ആ വ്യക്തി തെറ്റിദ്ധരിച്ചിരുന്നു, നിങ്ങളെ തെറ്റിദ്ധരിച്ചിരുന്നു. ചില ആളുകൾ നിങ്ങളെയും ആ വ്യക്തിയെയും തമ്മിൽ അകറ്റാനുള്ള ചില ആളുകൾ പറഞ്ഞ ചില കാര്യങ്ങൾ, അതിനധിഷ്ഠിതമായിട്ടാണ് ആ വ്യക്തി പോയത്. അത് വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഇപ്പോൾ കാര്യങ്ങളുടെ നിജസ്ഥിതി ആ വ്യക്തി മനസ്സിലാക്കുന്നു. നേരത്തെ കാര്യങ്ങൾ അറിയാതെ ചിലർ പറയുന്നത് തെറ്റിദ്ധരിച്ചാണ് ആ വ്യക്തി പ്രവർത്തിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ആ വ്യക്തിക്ക് മനസ്സിലായിരിക്കുന്നു, തെറ്റ് ആ വ്യക്തി തെറ്റിദ്ധരിപ്പിച്ചവരുടെ ഭാഗത്താണ്. നിങ്ങളെയും ആ വ്യക്തിയെയും തമ്മിൽ അകറ്റാൻ നിന്നവരുടെ ഭാഗത്താണ്. ആ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ സത്യസന്ധത മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ പറഞ്ഞ വാദഗതികളാണ് ശരിയെന്നും നിങ്ങളുടെ ഭാഗത്താണ് ന്യായമെന്നും ആ വ്യക്തി മനസ്സിലാക്കിയിരിക്കുന്നു. ഇപ്പോൾ അത് അടുക്കാൻ ആഗ്രഹിക്കുന്നു. കുറ്റബോധ ആ വ്യക്തിയുടെ ഇടയിലുണ്ട്. നിങ്ങൾക്ക് ധൈര്യമായി മുന്നോട്ട് പോകാം. ആ വ്യക്തി തീർച്ചയായും വരും. നിങ്ങളുടെ ജീവിതത്തിലേക്ക് തീർച്ചയായിട്ടും ആ വ്യക്തി വരും. പോസിറ്റീവ് എനർജിയുമായി വരും. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വരും. ഇപ്പോൾ തന്നെ ആ വ്യക്തിയുടെ മനസ്സിൽ വ്യഗ്രത വന്നിരിക്കുകയാണ്. നിങ്ങളിലേക്ക് എത്തണം എന്നുള്ള ഒരൊറ്റ ചിന്തയിലാണ് ആ വ്യക്തി മുന്നോട്ട് പോകുന്നത്. വളരെ പോസിറ്റീവായിട്ടാണ് ആ വ്യക്തി ഇരിക്കുന്നത് നിങ്ങളുടെ കാര്യത്തിൽ. നിങ്ങളിലേക്ക് എത്തും, നിങ്ങളെ മനസ്സിലാക്കും. നിങ്ങളും പോസിറ്റീവായിട്ടിരിക്കുക. കാരണം ആ വ്യക്തിയുടെ തെറ്റിദ്ധാരണകളെല്ലാം മാറി. ആ വ്യക്തി ഇപ്പോൾ കുറ്റബോധം കൊണ്ട് തല താഴ്ത്തുകയാണ്. മറ്റുള്ള ആളുകൾ പറഞ്ഞത് വിശ്വസിച്ച് നിങ്ങളെ വെറുത്തു, നിങ്ങൾക്കെതിരെ പ്രവർത്തിച്ചു, നിങ്ങളെ വേണ്ടെന്ന് പറഞ്ഞു, നിങ്ങളെ വിഷമിപ്പിച്ചു. അതിപ്പോൾ ആ വ്യക്തിക്ക് വിഷമായിരിക്കുകയാണ്. കാരണം നിങ്ങളായിരുന്നു ശരി, നിങ്ങളായിരുന്നു പോസിറ്റീവ് എനർജി. ആ വ്യക്തി മനസ്സിലാക്കുകയാണ്. പക്ഷെ വൈകിപ്പോയി. പക്ഷേ ഇപ്പോൾ ആ ദുഃഖം ആ വ്യക്തിക്കുണ്ട്. തീർച്ചയായിട്ടും തിരിച്ചെത്തും. ആ വ്യക്തി പറയുന്നു, നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക. യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക. തീർച്ചയായിട്ടും തെറ്റിദ്ധാരണ ജനകമായൊരു സിറ്റുവേഷനിൽ, ഒരു സാഹചര്യത്തിൽ നിങ്ങളെയും ആ വ്യക്തിയെയും തമ്മിൽ അകറ്റാൻ ശ്രമിച്ചവർ അതിൽ കൃത്യമായ ചില പ്ലാനുകൾ നടത്തി. അവർ നടത്തിയ ഗൂഢാലോചന, അതിൽ പെട്ടെന്ന് അത് ആ വ്യക്തി വിശ്വസിച്ചു പോയി. അല്ലെങ്കിൽ ആ വ്യക്തിക്ക് അങ്ങനെ വിശ്വസിക്കേണ്ടി വന്നു. ആ വ്യക്തിയെ വിശ്വസിപ്പിക്കാൻ പോകുന്ന തരത്തിലുള്ള പച്ചക്കള്ളങ്ങൾ അവർ പറഞ്ഞു. നിങ്ങളെ അകറ്റുവാനാണ് അവർ ശ്രമിച്ചത്. ഇപ്പോൾ ആ വ്യക്തിക്ക് അതെല്ലാം മനസ്സിലായി, പോസിറ്റീവായിട്ടിരിക്കുന്നു. ഇനി വരാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങളാണ്. സന്തോഷം, വലിയ ചേഞ്ചസുകൾ, പോസിറ്റീവായ ചേഞ്ചസുകൾ നിങ്ങളിലേക്ക് ആ വ്യക്തി അടുക്കുന്നതിൻ്റെ പോസിറ്റീവായ സിംറ്റംസ്, ലക്ഷണങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോവുക. ഒരുപാട് സന്തോഷമാണ് പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ പിരിഞ്ഞപ്പോൾ, നിങ്ങൾക്ക് ആ വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നു പോയപ്പോൾ, അകാരണമായി പോയപ്പോൾ, നിങ്ങൾ എത്രമാത്രം സ്നേഹിച്ചൊരു വ്യക്തി ഒരു കാരണവുമില്ലാതെ നിങ്ങൾ അവിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോയപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വിഷമമുണ്ടായി. ആ വ്യക്തി എങ്ങനെയെങ്കിലും തിരിച്ചു വരണമേ എന്ന് നിങ്ങൾ ആഗ്രഹിച്ചു.
ഇപ്പോഴിതാ തിരിച്ചു വരുന്നു. നിങ്ങൾക്ക് ശാന്തിയും സന്തോഷവും സമാധാനവും പ്രണയവും കൂടുതൽ നൽകുന്നു. നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഈ സമയത്ത് വെപ്രാളം പിടിക്കേണ്ട, പോസിറ്റീവായിട്ട് നിൽക്കുക. കാരണം അടുത്തത് വരുന്നത് ഈ വെയിറ്റ് ചെയ്യലിനപ്പുറത്തേക്ക് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ പോസിറ്റീവായിട്ടാണ് കാര്യങ്ങൾ വരുന്നത്. ചില ശത്രുക്കൾ നിങ്ങൾക്കെതിരെ കളിച്ചതാണ്, നിങ്ങളെ ആ വ്യക്തിയെ തമ്മിൽ ഒറ്റപ്പെടുത്താൻ നോക്കിയതാണ്. അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. തീർച്ചയായിട്ടും ആ വ്യക്തി തിരിച്ചു വരും. ആ വ്യക്തിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. നിങ്ങൾ വിചാരിച്ചു ആ വ്യക്തിനെ ഒരിക്കലും അത് മനസ്സിലാക്കില്ലെന്ന്. പക്ഷെ വളരെ പോസിറ്റീവായിട്ട് ആ വ്യക്തി മനസ്സിലാക്കിയിരിക്കുന്നു. നിങ്ങളുടെ ഭാഗ്യം, യൂണിവേഴ്സ് നിങ്ങളെ അതറിയിച്ച്, ആ വ്യക്തിക്ക് അത് അറിയിച്ച് നൽകുന്നതിലൂടെ നിങ്ങൾക്ക് തിരിച്ചു വരാനും ഒരുമിക്കാനും സാധിച്ചിരിക്കുന്നു. നിങ്ങളുടെ മാനസികമായ സന്തോഷവും ശാരീരികമായ സന്തോഷവും എല്ലാം വർദ്ധിക്കാൻ പോകുന്നു. നിങ്ങളുടെ സമാധാനവും നിങ്ങളുടെ ആരോഗ്യവും വർദ്ധിക്കാൻ പോകുന്നു. ഒരുപാട് ആശങ്കപ്പെട്ടു, ഒരുപാട് ദുഃഖിച്ചു, അതെല്ലാം മാറി വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഭാഗ്യം ഉണ്ടാകുന്നു. വളരെ പോസിറ്റീവായിട്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് കൃത്യമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും. നിങ്ങൾക്ക് വേണ്ടി എല്ലാം ത്യജിക്കാൻ തയ്യാറായിട്ടുള്ളൊരു മനസ്സുമായിട്ടാണ് ആ വ്യക്തി നിൽക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി എന്തും ത്യജിക്കാനുള്ള മനസ്സ്. ആദ്യം അതുണ്ടായിരുന്നു, പിന്നീട് കുതന്ത്രങ്ങളുമായിട്ട് ആളുകൾ വന്നപ്പോൾ അവരുടെ മനസ്സ് മാറി. പക്ഷേ ഇപ്പോൾ വളരെ പോസിറ്റീവായിട്ടാണ് നിങ്ങൾക്ക് വേണ്ടി എന്തും ത്യജിക്കാൻ തയ്യാറാവും. ഇനി നിങ്ങളോട് അവർ സംസാരിക്കും വളരെ ആർദ്രതയോടെ, സൗമ്യതയോടെ, സ്നേഹത്തോടെ. പറ്റിപ്പോയ തെറ്റുകളെല്ലാം മാപ്പ് ചോദിക്കും. ഇപ്പോഴാണ് അവർക്ക് മനസ്സിലായത്. നിങ്ങളും ദേഷ്യമൊന്നും വെക്കാതെ നന്നായി തന്നെ സംസാരിക്കുക. കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആകുക. നിങ്ങളുടെ മുൻപുള്ള ചില കമ്മ്യൂണിക്കേഷൻസ് അവർ തെറ്റിദ്ധരിപ്പിക്കാൻ പോകുന്നതായിരുന്നു. ആളുകൾ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനിലും ചില കുഴപ്പങ്ങളുണ്ടായിരുന്നു. നിങ്ങൾ പറയേണ്ടത് പറഞ്ഞില്ല, വാശി പിടിച്ച് ആവശ്യമില്ലാത്തത് ചിലത് പറഞ്ഞു. ചിലപ്പോൾ അവർ തെറ്റിദ്ധരിക്കുന്ന രീതിയിൽ നിങ്ങളും സംസാരിച്ചു. നിങ്ങളുടെ മനസ്സിൽ വിഷമം കൊണ്ടാണ്. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ തെറ്റിദ്ധരിച്ചു എന്ന് ഉറപ്പ് നിങ്ങൾ മൊത്തത്തിൽ വിഷമായിപ്പോയി. അങ്ങനെ നിങ്ങൾ ദേഷ്യത്താൽ പറഞ്ഞാണത് എനിക്ക് നിന്നെയും വേണ്ട, നിന്നെ എനിക്ക് മനസ്സിലായി, നിന്നെ എനിക്കിഷ്ടമല്ല, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അത് ആ വ്യക്തി മറ്റുള്ളവർ പറഞ്ഞ് നുണകൾക്കനുസരിച്ച് ഒരുമിച്ച് വായിച്ചു. അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടമല്ല, നിങ്ങളും ആ വ്യക്തിയെ വെറുത്തിരുന്നു എന്നൊക്കെ ആ വ്യക്തി വ്യാഖ്യാനിച്ചു. പക്ഷേ ഇനി അത് വേണ്ട. ഇപ്പോൾ ആ വ്യക്തി തെറ്റ് മനസ്സിലാക്കിയിരിക്കുന്നു. ഒരിക്കലും ദേഷ്യപ്പെടാതെ സൗമ്യമായി സംസാരിക്കുക, വൈകാരികമായി പ്രതികരിക്കാതിരിക്കുക. ഉള്ളിലെ സ്നേഹം കൂടിയത് കൊണ്ടാണ് നിങ്ങൾക്ക് വാശിയുണ്ടായത്. എല്ലാം ഇപ്പോൾ ആ വ്യക്തി മനസ്സിലാക്കുന്നു. പോസിറ്റീവായിട്ട് പോവുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്.